ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിനുള്ള ആദ്യപടിയായി ഗ്രാമങ്ങളെയാണ് വികസിപ്പിക്കേണ്ടതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. T-90 ടാങ്കുകൾ, വരുണാസ്ത്ര ടോർപിഡോകൾ എന്നിവയ്ക്കായി 1350 കുതിരശക്തി എഞ്ചിനുകൾ വാങ്ങാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകി. 54,000 കോടി ചെലവ് വരും. ഏകീകൃത പെൻഷൻ പദ്ധതി നടപ്പാക്കാനുള്ള ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തു. അടുത്ത മാസം 1 മുതൽ പുതിയ ചട്ടങ്ങൾ പ്രാബല്യത്തിൽ വരും. കേരളത്തിൽ സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്തയും പെൻഷൻകാരുടെ ക്ഷാമാശ്വാസവും 12-ൽ നിന്ന് 15% വർദ്ധിപ്പിച്ചു. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റായി മുൻ നീന്തൽ താരം ക്രിസ്റ്റി കവൻട്രി തെരഞ്ഞെടുക്കപ്പെട്ടു. ഈ പദവിയിലെത്തുന്ന ആദ്യ വനിത. ഇന്ന് ലോക വനദിനം. സംസ്ഥാനത്ത് വനമിത്ര പുരസ്കാരം വിതരണം ചെയ്യും. വാർത്തകൾ വിശദമായി. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിനുള്ള ആദ്യപടിയായി ഗ്രാമങ്ങളെയാണ് വികസിപ്പിക്കേണ്ടതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൂട്ടായ പരിശ്രമമാണ് രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഗുജറാത്തിലെ ഭർവാദ് സമാജവുമായി ബന്ധപ്പെട്ട ബവലിയാലി ധാമിന്റെ പരിപാടിയെ വീഡിയോ സന്ദേശത്തിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. ആധുനിക സമൂഹത്തെ കെട്ടിപ്പടുക്കുന്നതിൽ വിദ്യാഭ്യാസത്തിനുള്ള പ്രാധാന്യത്തെ അടിവരയിട്ട അദ്ദേഹം അക്കാദമിക് രംഗത്ത് മികവ് പുലർത്താൻ പെൺകുട്ടികളോട് ആഹ്വാനം ചെയ്തു. ലോക്സഭയിൽ ഹാജരാകാൻ ബിജെപി അംഗങ്ങൾക്ക് വിപ്പ് പുറപ്പെടുവിച്ച് ബിജെപി. സഭാ നടപടികൾ വെട്ടിച്ചുരുക്കാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുണ്ട്. $450 ബില്യൺ സേവന കയറ്റുമതി എന്ന ലക്ഷ്യം കൈവരിക്കാൻ സർക്കാരിന്റെയും ഐടി മേഖലയുടെയും കൂട്ടായ പ്രതിബദ്ധത ആവശ്യമാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ നാസ്കോം ഗ്ലോബൽ കോൺഫ്ലുവൻസിന്റെ 2025 അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഐടി, ടൂറിസം, ബിസിനസ്, അക്കൌണ്ടിംഗ്, ധനകാര്യ സേവനങ്ങൾ എന്നീ മേഖലകളിൽ രാജ്യത്തെ MSMEകളുടെ ദ്രുതഗതിയിലുള്ള വളർച്ച അദ്ദേഹം എടുത്തു പറഞ്ഞു. And IT will have to be at the forefront. And within IT, I am recognizing and realizing more and more it's the MSME sector which is showing the fastest growth. If I'm looking at the overall basket also, I'm finding that the MSME sector is showing great promise, great possibility. ഏകീകൃത പെൻഷൻ പദ്ധതി UPS നടപ്പാക്കാനുള്ള ചട്ടങ്ങൾ പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആന്റ് ഡെവലപ്മെന്റ് അതോറിറ്റി വിജ്ഞാപനം ചെയ്തു. ദേശീയ പെൻഷൻ പദ്ധതി NPS-ന് കീഴിൽ വരുന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കായി ഈ വർഷം ജനുവരിയിലാണ് UPS വിജ്ഞാപനം ചെയ്തത്. അടുത്ത മാസം 1 മുതൽ പുതിയ ചട്ടങ്ങൾ പ്രാബല്യത്തിൽ വരും. എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ ഈ വർഷം ജനുവരിയിൽ 17,89,000 അംഗങ്ങളെ കൂട്ടിച്ചേർത്തു. 2024 ഡിസംബറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മൊത്തം അംഗങ്ങളുടെ എണ്ണത്തിൽ 11.48% വർധനയുണ്ടായി. രാജ്യത്ത് തൊഴിലവസരം വർദ്ധിച്ചു വരുന്നതിന്റെ സൂചനയാണിതെന്ന് തൊഴിൽ മന്ത്രാലയം പറഞ്ഞു. സേവന മേഖലയിൽ രാജ്യം മികച്ച നിലയിലാണെന്നും ഇനി ഒരു ഉൽപ്പന്ന രാഷ്ട്രമാകാൻ കൂടി ശ്രമിക്കേണ്ടതുണ്ടെന്നും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഇന്ത്യൻ വെബ് ബ്രൌസർ ഡെവലപ്മെന്റ് ചലഞ്ച് ആൻഡ് ചിപ്സ് ടു സ്റ്റാർട്ടപ്പ് പ്രോഗ്രാം അവാർഡ്ദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. The old mindset where only the certain government institutions would be developing everything has to now give in to a new mindset where a much broader partnership of academia, startups, students, researchers, they all must join together to create new solutions. The solutions have to come from all aspects of our industry. All talented people must join hands together and bring the solutions. T-90 ടാങ്കുകൾ, വരുണാസ്ത്ര ടോർപിഡോകൾ എന്നിവയ്ക്കായി 1350 കുതിരശക്തി എഞ്ചിനുകൾ വാങ്ങുന്നതിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകി. ഇതിന് 54,000 കോടി രൂപയിലധികം ചെലവ് വരും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രതിരോധ സംഭരണ കൌൺസിൽ യോഗമാണ് അനുമതി നൽകിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിൽ സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്തയും പെൻഷൻകാരുടെ ക്ഷാമാശ്വാസവും 12-ൽ നിന്ന് 15% വർദ്ധിപ്പിച്ചു. ഏപ്രിൽ മുതൽ വർധന നടപ്പാകും. സർക്കാർ ജീവനക്കാർ, അധ്യാപകർ, എയ്ഡഡ് സ്കൂൾ, കോളേജ്, പോളിടെക്നിക് ജീവനക്കാർ, തദ്ദേശ സ്ഥാപന ജീവനക്കാർ, മുഴുവൻ സമയ കണ്ടിൻജന്റ് ജീവനക്കാർ എന്നിവരുടെ ക്ഷാമബത്തയും സംസ്ഥാന സർവീസ് പെൻഷൻ വാങ്ങുന്നവർ, കുടുംബ പെൻഷൻകാർ, എക്സ്ഗ്രേഷ്യ പെൻഷൻകാർ, എക്സ്ഗ്രേഷ്യ കുടുംബ പെൻഷൻകാർ എന്നിവർക്കും ക്ഷാമാശ്വാസവുമാണ് വർദ്ധിക്കുക. മഹാകുംഭമേളയിൽ ജൂന അഖാഡയുടെ മഹാമണ്ഡലേശ്വറായി അഭിഷിക്തനായ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് ഇന്ന് തിരുവനന്തപുരത്തെത്തും. കോട്ടയ്ക്കകം ലെവി ഹാളിൽ വൈകിട്ട് നടക്കുന്ന ചടങ്ങിൽ അദ്ദേഹത്തെ ആദരിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പങ്കെടുക്കും. തൃശൂർ സ്വദേശിയാണ് സ്വാമി ആനന്ദവനം ഭാരതി.
ലോകത്തെ ഏറ്റവും ബൃഹത്തായ കായിക സംഘടനയായ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയെ ഇനി വനിത നയിക്കും. IOC പ്രസിഡന്റായി സിംബാബ്വെയുടെ മുൻ നീന്തൽ താരം ക്രിസ്റ്റി കവൻട്രി തെരഞ്ഞെടുക്കപ്പെട്ടു. വിശദാംശങ്ങളിലേക്ക്. IOC ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ പ്രസിഡന്റും ആഫ്രിക്കയിൽ നിന്നുള്ള ആദ്യ വ്യക്തിയുമാണ് ക്രിസ്റ്റി. പ്രസിഡന്റാകുന്ന പ്രായം കുറഞ്ഞയാൾ എന്ന നേട്ടവും അവർ സ്വന്തമാക്കി. ഇന്നലെ നടന്ന 144ാമത് IOC സെഷനിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. 8 വർഷത്തേക്കാണ് തിരഞ്ഞെടുപ്പ്. അംഗങ്ങളുടെ പിന്തുണയുണ്ടെങ്കിൽ പിന്നീട് 4 വർഷം കൂടി തുടരാം. 41-കാരിയായ കവൻട്രി 2004-2008 ഒളിമ്പിക്സുകളിൽ നീന്തലിൽ സ്വർണം നേടിയിരുന്നു. 12 വർഷമായി IOC പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുന്ന ജർമ്മൻകാരൻ തോമസ് ബാഖിന്റെ കാലാവധി ജൂൺ 23-ന് അവസാനിക്കും. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിൽ ചെയർമാൻ ജയ്ഷ ക്രിസ്റ്റി കോവൻട്രിയെ അഭിനന്ദിച്ചു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. സ്വിസ് ഓപ്പൺ ചാമ്പ്യൻഷിപ്പ് ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ ശങ്കർ സുബ്രഹ്മണ്യൻ പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ കടന്നു. ലോക റാങ്കിംഗിൽ 64ാം സ്ഥാനത്തുള്ള സുബ്രഹ്മണ്യൻ നിലവിലെ ലോക 2ാം സ്ഥാനക്കാരനായ ഡെൻമാർക്ക് താരത്തെയാണ് പരാജയപ്പെടുത്തിയത്. ഇന്ന് ക്വാർട്ടർ ഫൈനലിൽ ഫ്രാൻസിന്റെ ക്രിസ്റ്റോ പോപ്പോവിനെ നേരിടും. മുംബൈയിൽ നടക്കുന്ന ഇന്ത്യൻ ഓപ്പൺ ത്രോസ് മത്സരത്തിൽ വനിതകളുടെ ഡിസ്കസ് ത്രോ 56.39 മീറ്ററിൽ സീമ സ്വർണ്ണ മെഡൽ നേടി. ദേശീയ ഗെയിംസ് ചാമ്പ്യൻ നീതിക വർമ്മ 2ാം സ്ഥാനത്തെത്തി. ഇന്ന് ലോക വനദിനം. വനനശീകരണത്തിൽ നിന്നും വനങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യം. ദിനാചരണത്തോടനുബന്ധിച്ച് സംസ്ഥാന വനം വകുപ്പ് സംഘടിപ്പിക്കുന്ന പരിപാടികളുടെ ഉദ്ഘാടനം മന്ത്രി A.K. ശശീന്ദ്രൻ തിരുവനന്തപുരത്ത് വനം വകുപ്പ് ആസ്ഥാനത്ത് നിർവഹിക്കും. വനമിത്ര പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്യും. ടെൽ അവീവിൽ റോക്കറ്റ് ആക്രമണം നടത്തി ഹമാസ്. ഗസയിൽ ഇസ്രായേൽ സൈനിക നടപടി പുനരാരംഭിച്ചതിന് ശേഷമുള്ള ഹമാസിന്റെ ആദ്യത്തെ പ്രതികരണമാണിത്. ഒരു റോക്കറ്റ് തടുത്തെന്നും 2 എണ്ണം ജനവാസമില്ലാത്ത പ്രദേശങ്ങളിൽ പതിച്ചതായും ഇസ്രായേൽ സ്ഥിരീകരിച്ചു. അതേസമയം ഇസ്രായേലിന്റെ ആക്രമണത്തിൽ 500-ലേറെ പേരാണ് ഇതുവരെ കൊല്ലപ്പെട്ടത്. ഐക്യരാഷ്ട്രസഭയുടെ ദുരിതാശ്വാസ പ്രവർത്തന ഏജൻസിയുടെ 5 അംഗങ്ങൾ കൊല്ലപ്പെട്ടു. യുക്രൈനുമായി ധാതു കരാറിൽ ഉടൻ ഒപ്പുവയ്ക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. റഷ്യ യുക്രൈൻ വെടിനിർത്തൽ സാധ്യമാകുമെന്നും US പ്രസിഡന്റ് ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചു. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ന്യൂഡൽഹിയിൽ UNFCCC COP30 പ്രസിഡന്റും ഇന്ത്യയിലെ മുൻ ബ്രസീൽ അംബാസഡറുമായ ആൻഡ്രെ അരാന കൊറിയാദോ ലഗായുമായി കൂടിക്കാഴ്ച നടത്തി. കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കാനായി COP30 നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം പിന്തുണ അറിയിച്ചു. ബൊളീവിയൻ വിദേശകാര്യമന്ത്രി സെലിൻഡ സോസ ലുണ്ടയുമായും വിദേശകാര്യമന്ത്രി ഇന്നലെ ചർച്ച നടത്തി. കോമൺവെൽത്ത് സെക്രട്ടറി ജനറലും ഘാനയുടെ മുൻ വിദേശകാര്യമന്ത്രിയുമായ ഷേർലി അയോർക്കോർ ബോച്ച്വേയുമായും കേന്ദ്രമന്ത്രി ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഉച്ചഭക്ഷണ പദ്ധതിയിൽ ഉൾപ്പെട്ട 26 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾക്ക് 4 കിലോഗ്രാം വീതം അരി വിതരണം ചെയ്യുമെന്ന് മന്ത്രി വി. ശിവൻകുട്ടി അറിയിച്ചു. പദ്ധതിയിൽ ഉൾപ്പെടുന്ന പ്രീ പ്രൈമറി മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. സ്വയം തൊഴിൽ വായ്പയ്ക്ക് ഈടുവയ്ക്കാൻ ഭൂമിയോ മറ്റു വസ്തുവകകളോ ഇല്ലാത്ത ഭിന്നശേഷിക്കാർക്കുള്ള ആശ്വാസം സ്വയം തൊഴിൽ സഹായ പദ്ധതിയിൽ ഈ സാമ്പത്തിക വർഷം 140 പേർക്ക് 25,000 രൂപ വീതം അനുവദിച്ച ഉത്തരവായെന്ന് മന്ത്രി ആർ ബിന്ദു അറിയിച്ചു. ഈ സാമ്പത്തിക വർഷം അപേക്ഷ നൽകിയ അർഹരായ മുഴുവൻ പേർക്കും തുക അനുവദിച്ചിട്ടുണ്ട്. മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന JC ഡാനിയലിന്റെ വെങ്കല പ്രതിമ ഒരുങ്ങുന്നു. നിർമ്മാണ ഉദ്ഘാടനം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരം ശ്രീ തിയേറ്ററിൽ മന്ത്രി സജി ചെറിയാൻ നിർവഹിക്കും. 10 അടി ഉയരത്തിലെ വെങ്കല പ്രതിമയാണ് ശില്പി കുന്നുവിള M. മുരളി രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. 50 ലക്ഷം രൂപ ചിലവിലാണ് പ്രതിമ നിർമ്മാണം. കടുത്ത ചൂടും അൾട്രാവയലറ്റ് രശ്മികളുടെ സാന്നിധ്യവും വർദ്ധിച്ചതോടെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വിവിധ ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകി. കൊല്ലം ജില്ലയിലെ അൾട്രാവയലറ്റ് ഇൻഡെക്സ് ഇന്നലെ 11 ഉയർന്നതിനെ തുടർന്ന് ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. പകൽ 11 മുതൽ 3 വരെയുള്ള സമയത്ത് തുടർച്ചയായി വെയിൽ നിൽക്കുന്നത് ഒഴിവാക്കണം. ഈ മാസം 24 വരെ കേരളത്തിൽ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ മിന്നലോടുകൂടിയ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ജീവനോപാധി നഷ്ടപരിഹാര വിതരണം ഇന്ന് രാവിലെ വിഴിഞ്ഞം ടൌൺ സിം ഓഡിറ്റോറിയത്തിൽ നടക്കും. മന്ത്രിമാരായ സജി ചെറിയാൻ, VN വാസവൻ, ശശി തരൂർ MP, M. വിൻസെന്റ് MLA തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥം 990 കോടി രൂപയുടെ കടപ്പത്രം പുറപ്പെടുവിക്കുന്നു. ഇതിനായുള്ള ലേലം ഈ മാസം 25-ന് റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ കുബേർ സംവിധാനം വഴി നടക്കും. ആകാശവാണി കോഴിക്കോട് നിലയം 75ാം വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായി ജൂബിലി വർഷത്തെ സ്വാതിതിരുനാൾ സംഗീതോത്സവം ഇന്ന് വൈകിട്ട് 6-ന് തളി കേസരി ഹാളിൽ ആരംഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിനുള്ള ആദ്യപടിയായി ഗ്രാമങ്ങളെയാണ് വികസിപ്പിക്കേണ്ടതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. T-90 ടാങ്കുകൾ, വരുണാസ്ത്ര ടോർപിഡോകൾ എന്നിവയ്ക്കായി 1350 കുതിരശക്തി എഞ്ചിനുകൾ വാങ്ങാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകി. 54,000 കോടി ചിലവ് വരും. ഏകീകൃത പെൻഷൻ പദ്ധതി നടപ്പാക്കാനുള്ള ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തു. അടുത്ത മാസം 1 മുതൽ പുതിയ ചട്ടങ്ങൾ പ്രാബല്യത്തിൽ വരും. കേരളത്തിൽ സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്തയും പെൻഷൻകാരുടെ ക്ഷാമാശ്വാസവും 12-ൽ നിന്ന് 15% വർദ്ധിപ്പിച്ചു. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റായി മുൻ നീന്തൽ താരം ക്രിസ്റ്റി കവൻട്രി തെരഞ്ഞെടുക്കപ്പെട്ടു. ഈ പദവിയിലെത്തുന്ന ആദ്യ വനിത. ഇന്ന് ലോക വനദിനം. സംസ്ഥാനത്ത് വനമിത്ര പുരസ്കാരം വിതരണം ചെയ്യും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30-ന്.